ഹൈക്കോടതി ഉത്തരവ് എത്രയും പെട്ടെന്ന് തന്നെ പാലിക്കുക എന്നുള്ളതാണ്. അത് പാലിച്ചു. ഒരു കോടതി ഉത്തരവ് എന്നാൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. അത് ഞങ്ങൾ നടപ്പിലാക്കി. മെയിൽ മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും വാട്സാപ്പിലൂടെ അറിയിച്ചിരുന്നു. സാധ്യമായ എല്ലാ മാർഗങ്ങളിലും എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. അല്ല, ഒരുപാട് ഉദ്യോഗസ്ഥർ മുകളിലോട്ടുണ്ട്. എല്ലാവർക്കും കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പെട്ടെന്നൊരു സത്യപ്രതിജ്ഞയുടെ സാഹചര്യം കൗൺസിൽ ഹാളിലല്ലാതെ കോൺഫറൻസ് ഹാളിലൊക്കെ വിളിച്ചത് അതിന്റെ സാഹചര്യം പരാതി CPIന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആരെ അറിയിക്കാതെ, ബന്ധപ്പെട്ട ആളെ അറിയിക്കാതെ. പരാതിയല്ല, ഞങ്ങളുടെ മുമ്പിലുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ആ ഹൈക്കോടതിയുടെ ഉത്തരവ് എത്രയും പെട്ടെന്ന് തന്നെ പാലിക്കുക എന്നുള്ളതാണ്. അത് പാലിച്ചു. അതിൽ ഈ നഗരസഭാ സെക്രട്ടറി, ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെക്രട്ടറി 3 പേരുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ വേണമെന്നാണ് കോടതി പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തരവില്ല. ഞങ്ങൾ ഉത്തരവിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ഉത്തരവിലുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കി. സർട്ടിഫൈഡ് കോപ്പി കിട്ടിയതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഉത്തരവിലുണ്ട്. സർട്ടിഫൈഡ് കോപ്പി ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങളുടെ അഭിഭാഷകൻ മുഖേന വാങ്ങി ഞങ്ങളുടെ കയ്യിലെത്തി. അത് പരിശോധിച്ചതിന് ശേഷമാണ് സമയം നിശ്ചയിച്ചത്. അത് അറിയിക്കേണ്ടവരെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ട് കൃത്യമായിട്ട് ഒരു കോടതി ഉത്തരവ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. അത് ഞങ്ങൾ നടപ്പിലാക്കി. ഈ വാഴോട്ടുകോണം കൗൺസിലിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് തീരുമാനം? അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയുള്ള പരിഗണനയുള്ള വിഷയമാണ്. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇന്ന് രാജ്യത്തിനോടുകൂടി ഒരു തീരുമാനം നൽകിയിരുന്നു അവരുടെ കയ്യിൽ നിന്ന്. അതായത് ഈ വിധി അറിഞ്ഞ ഉടൻ തന്നെ അഭിഭാഷകൻ വഴി മുഴുവൻ അംഗങ്ങളും ഈ 19 അംഗങ്ങളും സെക്രട്ടറിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പറഞ്ഞിരുന്നു. സെക്രട്ടറി അത് ഫയലാക്കി മേയറുടെ അടുത്ത് വിട്ടു. മേയർ അത് പരിശോധിച്ച് കോടതി ഉത്തരവ് നോക്കിയതിന് ശേഷം എല്ലാ കൗൺസിൽ അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ തീയതിയും സമയവും നിശ്ചയിച്ചു കൊടുത്തു. അവർ അത് നേരിട്ട് കൈപ്പറ്റി റിസീവ്ഡ് കോപ്പി തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റംഗങ്ങളെ LDFന്റെയും UDFന്റെയും പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരെ മെയിൽ മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും വാട്സാപ്പിലൂടെ അറിയിച്ചിരുന്നു. എല്ലാ കൗൺസിലർമാരും ഉള്ള കൗൺസിൽ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. പരമ്പരാഗതമായിട്ട് അക്കാര്യങ്ങളും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോടതി ഉത്തരവ് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ സാധ്യമായ എല്ലാ മാർഗങ്ങളിലും എത്രയും പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ല, ഒരുപാട് ഉദ്യോഗസ്ഥർ മുകളിലോട്ടുണ്ട്. എല്ലാവർക്കും കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. സുഗതരെ പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ കേസിൽ നിന്ന് പുറത്തു വരാൻ ഇതിന് ഇപ്പോഴത്തെ ഒരു കോടതി വിധി ഗുണം ചെയ്യും. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ പ്രത്യേക അനുമതി രണ്ടും രണ്ടായിട്ട് കാണണം. അദ്ദേഹത്തിന്റെ കേസ് ബഹുമാനപ്പെട്ട കോടതി ആ കേസ് കൃത്യമായിട്ട് മേൽനോട്ടം നടത്തി വരികയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ആ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇന്നത്തെ കോടതി ഉത്തരവ് അദ്ദേഹത്തിന് ബാധകമാണ്. ജയിലിൽ അദ്ദേഹം കിടക്കുന്നതുകൊണ്ട് അത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് കോടതിയോട് ഞങ്ങൾ അനുവാദം ചോദിക്കും. ഓക്കെ.